നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുഴിമന്തി കഴിച്ചതിനെ തുടർന്നുണ്ടായ ദേഹാസ്വാസ്ഥ്യം മൂലം നഴ്സ് മരിച്ച സംഭവത്തിൽ അസ്വാഭാവികത ആരോപിച്ച് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും രംഗത്ത് വരികയാണ്. മകളുടെ വേർപാടിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും വീട്ടുകാരും അതുപോലെ തന്നെ അവളുടെ സുഹൃത്തുക്കളും നാട്ടുകാരെല്ലാം തന്നെ തൃശൂർ വടക്കാഞ്ചേരി വാൽക്കുളമ്പ് തട്ടാംകുളമ്പ് മുണ്ടപ്ലാക്കൽ ജോണിന്റെ മകൾ ലെന ജോൺ 25 വയസ്സാണ് പ്രായം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണമടയുന്നത്. വിഷബാധയെന്ന പ്രാഥമിക നിഗമനത്തിനപ്പുറം ബന്ധുക്കൾ ഇപ്പോൾ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഒരു സാധാരണ മരണമല്ല, തീർച്ചയായിട്ടും ലെനയുടെ മരണത്തിൽ എന്തൊക്കെയോ അസ്വാഭാവികതകളുണ്ട്. അത് തങ്ങൾക്ക് കൃത്യമായി തന്നെ അത് ബോധ്യപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ബന്ധുക്കളടക്കം ഉന്നയിക്കുന്നത്. കുഴിമന്തി കഴിച്ചതിന് പിന്നാലെ രക്തസമ്മർദ്ദം കുറഞ്ഞ ലെനയുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന അർഷാദും സുഹൈൽ എന്നീ യുവാക്കൾ ചേർന്നാണ് ആലുവയിലെ നജാസ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. പല സംശയങ്ങളുണ്ട്. ഈ പറയുന്ന സുഹൃത്തുക്കളെ കുറിച്ച് വീട്ടുകാർക്ക് അറിയാമായിരുന്നോ? ലെനയുമായി ഇവർ സുഹൃത്തുക്കളായത് എവിടെ വെച്ചാണ്? പഠനകാലത്തുണ്ടായിരുന്ന സുഹൃത്തുക്കളാണോ, അതോ നാട്ടിലോ മറ്റോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തെ സുഹൃത്തുക്കളാണോ എന്നുള്ളതൊക്കെ തന്നെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും 2 യുവാക്കൾ അർഷാദ്, സുഹൈൽ എന്നീ 2 വ്യക്തികളാണ് ലെനയെ ഇത്തരത്തിൽ വയ്യാതായതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ വെച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് യുവതി വളരെ വേഗത്തിൽ തന്നെ മരണമടയുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് തന്നെ ഇവർ യുവാക്കളിൽ ഒരാൾ വീട്ടുകാരെ വിളിച്ച് താൻ ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. അവിടെ തന്നെ സംശയം ഉണ്ടാവുകയാണ്. കാരണം ഇപ്പോൾ ഒരു സാധാ സുഹൃത്തുക്കളാണെങ്കിൽ ഒക്കെ തന്നെ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ സുഹൃത്താണ് എന്ന് പറയാൻ യാതൊരു മടിയും ഉണ്ടാകില്ല. പക്ഷേ എന്തിനാണ് ഇവിടെ വീട്ടുകാരോട്, അതും സ്വന്തം അച്ഛനോടും അമ്മയോടും ഇത്തരത്തിലൊരു കള്ളം പറഞ്ഞിരിക്കുന്നത്? സ്വന്തം മകൾ മരിച്ചു കിടക്കുന്ന വേളയിലാണ് താൻ ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള കള്ളം പറഞ്ഞുകൊണ്ട് വീട്ടുകാരെ വിളിച്ച് സംസാരിക്കുന്നത്. ആദ്യം സംസാരിച്ചപ്പോൾ ലെന സീരിയസ് ആണെന്നും ആദ്യം അറിയിച്ചു. പക്ഷെ പിന്നീട് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇവർ വീണ്ടും വിളിക്കുകയായിരുന്നു. അപ്പോഴാണ് ലെന മരിച്ചു എന്നുള്ള വാർത്ത അവർ വീട്ടിൽ അറിയിക്കുന്നത്. ആശുപത്രിയിൽ വെച്ച് മരണം സ്ഥിരീകരിച്ചതോടെ ഒപ്പമുണ്ടായിരുന്ന അർഷാദും സുഹൈനും അവിടെ നിന്ന് മുങ്ങാൻ ശ്രമിച്ചിരുന്നു. ഇതും സംശയത്തിനിടയാക്കുമായിരുന്നു. കാരണം അത്തരത്തിൽ തങ്ങളുടെ ഏറ്റവും അടുത്ത ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടുകാർ വരുന്നത് വരെ അല്ലെങ്കിൽ മറ്റുള്ള പ്രൊസീജിയറൊക്കെ കഴിയുന്നത് വരെ അവർക്ക് അവിടെ നിൽക്കാമായിരുന്നു. പക്ഷേ അതല്ല, മരിച്ചു എന്ന് ഉറപ്പായതിനു ശേഷം അവർ അവിടെ നിന്ന് മുങ്ങാനാണ് ശ്രമിച്ചത്. പിന്നീട് ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതരും നാട്ടുകാരുമാണ് CCTV സഹായത്തോടെ ഇവരെ തടഞ്ഞു വെക്കുകയും പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. മറ്റൊരു സംശയം എന്ന് പറയുന്നത് ലെനയുടെ ശരീരത്തിൽ ചില അസ്വാഭാവികമായ പാടുകൾ കണ്ടിരുന്നതായും ഇത് സമ്മർദ്ദം മൂലം ഡോക്ടർമാർ അവഗണിച്ചതായും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ സുഹൃത്തുക്കളാണെങ്കിൽ കൂടി തന്നെ എന്തിനീ കള്ളം പറഞ്ഞു എന്നുള്ളത് സംശയം വർദ്ധിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഈ മുറിവുകൾ, ശരീരത്തിൽ കണ്ടിട്ടുള്ള മുറിവുകൾ, അത് എങ്ങനെ വന്നതാണ്? എത്രത്തോളം ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിച്ചിട്ടുള്ള മുറിവുകളാണോ, അതോ ഈ ഒരു മരിക്കുന്നതിന് ഏറ്റവും അടുത്ത മണിക്കൂറിൽ സംഭവിച്ചിട്ടുള്ള മുറിവുകളാണോ എന്നുള്ളതും ഇനി വ്യക്തത വരേണ്ടതുണ്ട്. വിദേശത്തേക്ക് ജോലിക്ക് പോകാനായി IELTS പഠിക്കാൻ എറണാകുളത്ത് പോകുന്നു എന്നാണ് ലെന സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത്. എന്നാൽ 1 വർഷം മുമ്പേ ലെന ഈ കോഴ്സ് പാസ്സായതാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് സുഹൃത്തുക്കളോടൊരു കള്ളം പറഞ്ഞു, വീട്ടുകാരുടെ മറ്റൊരു കള്ളം പറഞ്ഞാണ് ഈ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. നഴ്സിംഗുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ വാങ്ങാനാണ് മകൾ പോയതെന്നാണ് പിതാവ് ജോൺ പറയുന്നത്. വീട്ടിൽ നിന്ന് പോയ ലെനയെ ആലുവയിലെ ഓസോൺ ഹോട്ടലിൽ 3 ദിവസത്തോളം താമസിപ്പിച്ചിരുന്നതായി വിവരമുണ്ട്. ഈ ദിവസങ്ങളിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്നും ലെന ആരുടെ കൂടെയായിരുന്നു എന്നതിനെക്കുറിച്ച് പോലീസ് ഹോട്ടൽ രേഖകൾ പരിശോധിച്ചു വരികയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ലെനയെ ആശുപത്രിയിൽ എത്തിച്ച യുവാക്കൾക്ക് പെൺകുട്ടിയുമായുള്ള ബന്ധം എന്താണ് എന്നതും മരണത്തിന് പിന്നിൽ മറ്റ് ഇടപെടലുകൾ ഉണ്ടോ എന്ന് ഇനി പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. ചില മാധ്യമങ്ങളിൽ ലവ് ജിഹാദ് ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ അതീവ ഗൗരവത്തോടെ ആണ് അധികൃതർ കൈകാര്യം ചെയ്യുന്നത്. ആശുപത്രിയിൽ എത്തിച്ച അർഷാദ്, സുഹൈൽ എന്നിവരെ കുറിച്ചും സമഗ്രമായി ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളതിനെ കുറിച്ചും അന്വേഷണം വേണമെന്നാണ് മരിച്ച ലെനയുടെ ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. എപ്പോഴും വളരെ ചിരിച്ചു കളിച്ച് എല്ലാ മേഖലകളിലും വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ലെന എന്ന് പറയുന്നത്. ലെനയുടെ വിയോഗം UNAയുടെ മുൻനിര പോരാളി കൂടി ആയതിനാൽ തന്നെ അവർക്കെല്ലാം വളരെ നടുക്കമാണ്.
പാലക്കാട് വടക്കുംചേരി സ്വദേശിനിയാണ് ലെന. ബുധനാഴ്ച പരീക്ഷയ്ക്കായി എറണാകുളത്ത് എത്തിയ ലെന പരീക്ഷാ തിരക്കുകൾക്കിടയിൽ പെട്ടെന്ന് കഠിനമായ വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയെങ്കിലും നില മെച്ചപ്പെട്ടില്ലെന്ന് മാത്രമല്ല, വൈകാതെ സ്ഥിതിഗതികൾ ഗുരുതരമാവുകയും ചെയ്തു. ലെനയുടെ ആരോഗ്യനില വഷളായതോടെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. എന്നാൽ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ലെന മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ലെനയെ രാജഗിരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്നാണ് അവിടെയുള്ള UNA അംഗങ്ങൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. മരണവാർത്ത അറിഞ്ഞതോടെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും വലിയ ആഘാതത്തിലാണ്. യുണൈറ്റഡ് നഴ്സ് അസോസിയേഷൻ UNAയുടെ സമര പോരാട്ടങ്ങളിലും വളരെ സജീവ സാന്നിധ്യമായിരുന്നു ലെന ജോൺ. നഴ്സിംഗ് മേഖലയിലെ അവകാശ പോരാട്ടങ്ങളിലും തൊഴിൽ ചൂഷണങ്ങൾക്കെതിരായ സമരങ്ങളിലും ലെന മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്നു. സംഘടനയുടെ തൃശൂർ ജില്ലാതല പ്രവർത്തനങ്ങളിലും നിർണായക പങ്കുവഹിച്ചിരുന്ന ഈ യുവ നേതാവിന്റെ വിയോഗം UNAയ്ക്കും നികത്താനാവാത്ത നഷ്ടമാണ്. തൃശൂർ മദർ ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സ് എന്ന നിലയിൽ രോഗികളോടും സഹപ്രവർത്തകരോടും വളരെ മാന്യമായും സ്നേഹത്തോടെയുമാണ് ലെന പെരുമാറിയിരുന്നത്. അതീവ ശ്രദ്ധയോടെയും കരുതലോടെയും തൊഴിൽ ചെയ്തിരുന്ന ലെനയുടെ മരണം ആശുപത്രി അധികൃതരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. സഹപ്രവർത്തകരുടെ പ്രിയങ്കരിയായിരുന്ന ലെനയുടെ വേർപാട് ആശുപത്രിയെയും വേദനയിലാക്കി. നഴ്സിംഗ് മേഖലയിലെ നിരവധി സംഘടനകളും നേതാക്കളും ലെന ജോണിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. UNAയുടെ സമരഭൂമികളിൽ എന്നും ആവേശം നിറച്ചിരുന്ന പ്രിയ സഹോദരിയുടെ വിയോഗം വിശ്വസിക്കാനായിട്ടില്ലെന്നാണ് സഹപ്രവർത്തകരൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. ലെനയുടെ വേർപാടിൽ UNA കുടുംബവും അനുശോചനം അറിയിച്ചിട്ടുണ്ട്.